ചങ്ങാതി മൂഡ് ഓഫായി ഇരിക്കാൻ ആർക്കാണ് ആഗ്രഹം? ഒരാൾക്കും താല്പര്യമില്ല വെറുതെ മൂഡ് ഓഫായിട്ട് ജീവിതം ഇങ്ങനെ എരിച്ചു തീർക്കാൻ. പക്ഷെ നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വല്ലാതെ മൂഡ് ഓഫ് ആകുന്നുണ്ട്. ഇനി ചില ആളുകൾ മൂഡ് ഓഫ് ഇങ്ങനെ നീണ്ടു നീണ്ടു നിൽക്കുന്ന വറുതിക്കാലത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ മൂഡ് ഓഫ് മാറ്റിയെടുക്കാൻ ചില ഭക്ഷണങ്ങൾ മാറ്റിയാൽ സാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? മനസ്സിലാക്കണം. കാരണം നമ്മുടെ ഡയറ്റും നമ്മുടെ മൂഡ് സ്വിങ്സും ഹോർമോണൽ കെമിക്കൽ റിയാക്ഷൻസൊക്കെ തമ്മിൽ വലിയ ബന്ധമുണ്ട്. ആ ബന്ധമൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ചില ഭക്ഷണങ്ങൾ താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമായി മാറിയിട്ടുള്ള ഈ മൂഡ് ഓഫ്, ഈവൻ ചില ഡിപ്രസീവ് അറ്റാക്സ് മാറ്റാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ മൂഡ് ഓഫ് മാറ്റിയെടുക്കാൻ വേണ്ടി മാറ്റേണ്ട, വീണ്ടും പറയാൻ താൽക്കാലികമായിട്ടെങ്കിലും മാറ്റേണ്ട ചില ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സ്റ്റിമുലൻസ്. സ്റ്റിമുലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മൾ ചായയും കാപ്പിയൊക്കെ കുടിക്കും, ചില സോഡ അടങ്ങിയ പാനീയങ്ങൾ കഴിക്കും. ഇതൊക്കെ നമ്മളെ പെട്ടെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ശാസ്ത്രീയ വശം അങ്ങനെയല്ല. ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിമുലൻ്റായിട്ട് നമ്മൾ കഴിക്കുന്ന പല പാനീയങ്ങളും നമ്മളെ ഡിപ്രസ്ഡ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാപ്പി നമ്പർ 1 ആണ് നമ്മളെ ഡിപ്രസ്ഡ് ആക്കുന്ന കാര്യത്തിൽ. നമുക്കൊരു ഉണർവൊക്കെ തോന്നും. പക്ഷേ ആലോചിച്ച് നോക്കുക, നിങ്ങൾ കാപ്പി കുടിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഉറക്കം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഒരു തരം ഫ്ലക്ച്വേഷൻ നിങ്ങളുടെ മൂഡിലുണ്ടാകുന്നുണ്ട്. മൂഡ് സ്വിങ്സ് എന്ന് മനഃശാസ്ത്രം ഇതിനെ വിളിക്കുന്നു. അപ്പോൾ ഈ സ്റ്റിമുലൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് തന്നെ ആയുർവേദം പണ്ട് പറഞ്ഞിട്ടുണ്ട്, പച്ചവെള്ളമാണ് ഏറ്റവും ബെസ്റ്റ് ശരീരത്തിന്. മറ്റെന്ത് പാനീയത്തെക്കാളും പച്ചവെള്ളം നമ്മുടെ ശരീരത്തെ കുറച്ചുകൂടി ആ ഒരു ഹോമിയോസ്റ്റാസിസ് നിലനിർത്തിക്കൊണ്ട് സംരക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അധിക സമയവും പച്ചവെള്ളം കഴിക്കുന്ന ആ പഴയ ശീലത്തിലേക്ക് മടങ്ങി വരുന്നത് വളരെ നന്നായിരിക്കില്ലേ? സ്റ്റിമുലൻസിൻ്റെ പിന്നാലെ ഭയങ്കര മൂഡ് ഓഫുള്ള സമയത്ത് പായരുത് എൻ്റെ ചങ്ങാതി. ഇത് പറയാൻ കാരണമുണ്ട്. മൂഡ് ഓഫ് വന്നു കഴിഞ്ഞാൽ ആൾ ഉടൻ തന്നെ ചായ കുടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഓർത്തേക്കണം, താൽക്കാലികമായി ഒരു ഹൈ ഫീലിംഗ്, പിന്നെ അതിനുശേഷം ലോവർ ദ ലോവസ്റ്റ്, അതാണ് സംഭവിക്കുക. രണ്ടാമതായിട്ട് സ്പൈസി ഫുഡ്. സ്പൈസി ഫുഡ് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക? സ്പൈസി ഫുഡ് കഴിക്കുമ്പോൾ ശരീരം മൊത്തത്തിൽ ചൂടുപിടിക്കുന്നു. സാധാരണ ഇതിൽ ശരീരം ചൂടുപിടിക്കുന്ന എപ്പോഴാണ്? നിങ്ങൾക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത എന്തോ ഒരു ഘടകം അകത്തേക്ക് വന്നു ചേർന്നു. അതിനെ പുറന്തള്ളുന്നതിന് വേണ്ടി ശരീരത്തിന് ജ്വരബാധിതമായൊരവസ്ഥ വരുന്നു, ചൂട് കൂടുന്നു. അത് ഒരു ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് സെനാറിയോയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ സ്പൈസി എലമെൻറ്റ്സ് അത്ര ആവശ്യമില്ല ശരീരത്തിന്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ മൊത്തത്തിലൊരു ഫ്ലക്ച്വേഷൻ വരുന്നു. ഫ്ലക്ച്വേഷൻ വരുമ്പോഴത്തേക്ക് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകുന്നു, അൺവാണ്ടഡ് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. അതായത് നിങ്ങളുടെ ശരീരത്തെ സാധാരണ ഹാപ്പിയാക്കി നിലനിർത്തുന്നത് എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ, ഡൊപ്പാമിൻ, സെറട്ടോണിൻ പോലുള്ള ഹോർമോൺസാണ്. ഈ ഹോർമോൺസ് എല്ലാം മാറിയിട്ട് കോർട്ടിസോളൊക്കെ നമ്മുടെ ശരീരത്തിൽ വളരെയധികം ഉണ്ടാകുന്നു. അപ്പോൾ സ്പൈസി ഫുഡ് വന്നു കഴിയുമ്പോൾ നമുക്ക് ദേഷ്യവും വല്ലാത്ത ഒരു അലസഭാവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ വല്ലാതെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോൾ മൂഡ് ഓഫ് മാറ്റാൻ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് ഇരിക്കാതിരിക്കുക. അതാണ് നല്ല പോംവഴി. അടുത്തത് സ്വീറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. നമ്മളുടെ സാധാരണ ചിന്ത എന്താണ്? നിങ്ങൾ വല്ലാത്ത മൂഡ് ഓഫാണ്, നിങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്, ഉടൻ തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, മൂഡ് ഓഫ് മാറും. തെറ്റ്. ആബ്സല്യൂട്ട്ലി റോങ് ആയിട്ടുള്ള ഒരു നോഷനാണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ സ്വീറ്റി ഷുഗറി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മൊത്തത്തിൽ നിങ്ങളുടെ ബ്ലഡ് പ്രഷറിന് ഒരു ഫ്ലക്ച്വേഷൻ വരും, ഷുഗർ ലെവലിൽ ഒരു ഫ്ലക്ച്വേഷൻ വരും. ഈ ഷുഗർ ലെവലിൽ ഫ്ലക്ച്വേഷൻ വരുമ്പോൾ തന്നെ നമ്മളുടെ മൂഡ് സ്വിങ്സ് ആരംഭിക്കുകയായി. നിങ്ങൾ
ഹാപ്പിയായി തുടങ്ങിയ ആൾ പതുക്കെ പതുക്കെ ഒരു മന്ദോഷ്ണ അവസ്ഥയിലേക്ക് വരും, ഒരു 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 ഇറിറ്റേറ്റിംഗ് അവസ്ഥയിലേക്ക് വരും. മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു കാരണമില്ലാതെ ദേഷ്യം വന്നു വരാം. അപ്പോൾ സ്വീറ്റ് അത്രയ്ക്ക് സ്വീറ്റല്ല ജീവിതത്തിൽ എന്ന് തിരിച്ചറിയുക. അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ഡാർക്ക് ചോക്ലേറ്റ്സ് അത് കുറച്ചുകൂടി ഹെൽത്തിയാണ്. ഡാർക്ക് ചോക്ലേറ്റ്സിലുള്ള പ്രത്യേക ചില കണ്ടൻസ്, ചില എലമെൻറ്റ്സ് നമ്മളെ കുറച്ചുകൂടി ഹെൽത്തിയാക്കി മൂഡ് ഓഫിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് നിലനിർത്തും. പക്ഷേ അതും കൂടിക്കഴിഞ്ഞാൽ, കാരണം അതിനകത്ത് ഫാറ്റ് എലമെൻറ്റ് ധാരാളമുണ്ട്, സ്വീറ്റും അതിലുണ്ട്, അതുകൊണ്ട് തന്നെ അത് ഒരുപാടായിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വല്ലാത്ത മന്ദോഷ്ണാവസ്ഥയിലേക്ക് വീണുപോകും. അടുത്ത ഒരു എലമെൻറ്റ് ഫാസ്റ്റ് പ്രോസസ്ഡ് ഫുഡ്. നമ്മളെ സാധാരണ രീതി എങ്ങനെയാണ് സുഹൃത്തെ? നമുക്ക് ദേഷ്യം വരുന്നു, സങ്കടം വരുന്നു, മൂഡ് ഓഫ് ആകുന്നു, നമ്മൾ ഉടൻ തന്നെ ഫാസ്റ്റ് ഫുഡ് ഓർഡർ ചെയ്യുന്നു, അത് കഴിക്കുന്നു. ഈ ഇടയ്ക്കൊക്കെ അത് കഴിക്കുന്നത് നല്ലത് തന്നെ, പക്ഷേ മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടി ഒരിക്കലും ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കരുത്. കാരണം എന്താണ്? ഫാസ്റ്റ് പ്രോസസ്ഡ് ഫുഡ് വലിയൊരു തോതിൽ മൃതമായ ഭക്ഷണമാണ്. മൃതമായത് നമ്മളുടെ ജീവിതത്തിൽ വലിയ ഉണർവ് നൽകണമെന്നില്ല, ജീർണതയെ നൽകൂ. അതാണ് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് ഇതിൽ നിന്നെല്ലാം നിങ്ങൾ ഓടി ഒളിക്കണമെന്നല്ല, മറിച്ച് നിങ്ങൾ വല്ലാതെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്. കാരണം ഫാസ്റ്റ് ഫുഡ് മിക്കവാറും വളരെ സോൾട്ടി ഫുഡായിരിക്കും, വളരെ ഓയിലി ഫുഡായിരിക്കും. ഈ വളരെ സോൾട്ടിയായ, വളരെ ഓയിലി ആയിട്ടുള്ള ഫുഡ് നിങ്ങളുടെ ശരീരത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ശരീരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ സാധാരണ ബാലൻസിങ് ആയിട്ടുള്ള ഒരു ഒഴുക്കിനെ അത് തടസ്സപ്പെടുത്തുന്നു. അകത്ത് ഇൻഫ്ലമേഷൻ വരുന്നു. ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ നീര് വന്ന ഒരവസ്ഥ, വാത കഫ പിത്ത ദോഷങ്ങൾ എന്ന് ആയുർവേദം പറയുന്ന ആ അവസ്ഥയൊക്കെ തന്നെ ശരീരത്തിൽ മൊത്തത്തിൽ ഒരു ഇംബാലൻസിങ് സംഭവിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നവർ മരണത്തിലേക്കുള്ള വാതിലും തുറന്നിട്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയുക. വല്ലപ്പോഴൊക്കെ എന്തും ആകാമെങ്കിലും വല്ലപ്പോഴും എല്ലായ്പ്പോഴുമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലായ്പ്പോഴും മൂഡ് ഓഫിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് വരുമെന്ന് ഉറപ്പാക്കുക. അതുകൊണ്ട് വളരെ പ്രോസസ്ഡ് ഫാസ്റ്റ് ഫുഡിൻ്റെ അഡിക്റ്റായി മാറിയിട്ടുണ്ടെങ്കിൽ ആ അഡിക്ഷൻ മാറ്റുന്നതാണ് യഥാർത്ഥ സന്തോഷത്തിന് വളരെ നല്ലത്. നമ്മുടെ നാട്ടിൽ മൂഡ് ഓഫ് വന്നു കഴിഞ്ഞാൽ പല ആളുകളും മദ്യത്തിൻ്റെ വഴിയിലേക്ക് പോകും. മദ്യം പലതും നമ്മെ മറക്കാൻ സഹായിക്കുന്നു, പലതും പൊറുക്കാൻ സഹായിക്കുന്നു എന്നൊക്കെയാണ് പഴമൊഴി. സത്യമല്ല. മദ്യം കുറച്ച് നേരത്തേക്ക് മറക്കാൻ സഹായിക്കുന്നുണ്ട്, പക്ഷേ പൂർവാധിക ശക്തിയോട് മറന്നെല്ലാം തിരികെ വരും. കുറച്ച് നേരത്തേക്ക് പൊറുക്കാനൊക്കെ നിങ്ങളെ സഹായിക്കും, പക്ഷെ പുറത്തുനിന്നെല്ലാം വല്ലാത്ത പ്രക്ഷുബ്ധ ചിന്തയോടുകൂടി നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ മദ്യം മൂഡ് ഓഫ് മാറ്റാനുള്ള മാർഗമേ അല്ല. ഒരു പക്ഷേ നന്നായി റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് മെഡിസിൻ പോലുമായി മാറാവുന്നതായിരിക്കാം മദ്യം. പക്ഷേ മൂഡ് ഓഫ് ആയിട്ടുള്ള ഒരാൾക്ക്, വല്ലാതെ പ്രക്ഷുബ്ധതയുള്ള മനസ്സുള്ള ഒരാൾ മദ്യത്തിൻ്റെ വഴിയിലേക്ക് പോകരുത്. കാരണം അയാളുടെ ഉള്ളിലുണ്ടാകുന്ന സ്റ്റിമുലൻസ് എല്ലാം പിന്നെ നെഗറ്റീവായിരിക്കാം. അയാളുടെ ശരീരം മൊത്തത്തിൽ ബാലൻസ് തെറ്റി താറുമാറാകുന്നുണ്ട്. ശരീരം ബാലൻസ് തെറ്റി താറുമാറാകുന്ന നേരത്ത് അയാളുണ്ടാകുന്ന ഹോർമോണൽ പ്രൊഡക്ഷനും കെമിക്കൽ റിയാക്ഷനും അയാളുടെ ശരീരത്തെ തന്നെ ദ്രോഹിക്കുന്നതായിട്ട് മാറുന്നത്. അതുകൊണ്ട് മൂഡ് ഓഫ് മാറ്റാൻ മദ്യം അരുത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാം. അതുകൊണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒരുപക്ഷെ നിങ്ങളുടെ മൂഡ് ഓഫൊക്കെ മാറിപ്പോയേക്കാം. സന്തോഷം ആരാണ് ആഗ്രഹിക്കാത്തത്? നല്ല യാത്ര നേരുന്നു.